നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോൾ UDF-ൽ മുന്നണി വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ എന്തൊക്കെ പദ്ധതികളാണ് ഇപ്പോൾ UDF പ്ലാൻ ചെയ്യുന്നത്? തീർച്ചയായും ചേച്ചി പറഞ്ഞതുപോലെ തന്നെ മുന്നണി വിപുലീകരണം എന്ന ആദ്യ കടമ്പ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയും കൂടുതൽ കക്ഷികൾ മുന്നണിയിലേക്ക് എത്തുമെന്നാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസവും അവകാശവാദവും. തൃണമൂൽ കോൺഗ്രസിന്റെ PV അൻവർ, അതായത് അൻവറിന് മലബാറിലെ ചില പ്രദേശങ്ങളിൽ കാര്യമായ സ്വാധീനമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ആദിവാസി വിഭാഗങ്ങളിൽ കൃത്യമായ സ്വാധീനമുള്ള, അവർക്കിടയിൽ പ്രവർത്തിച്ച ആദിവാസി നേതാവ് CK ജാനു NDA വിട്ട് UDF-ലേക്ക് എത്തുന്നു. PV അൻവർ UDF-നോട് സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് പറയുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ PV അൻവറിന്റെ സാന്നിധ്യവും ആദിവാസി മേഖലകളിൽ, അതെല്ലായിടങ്ങളിലും, വയനാട് ഉൾപ്പെടെ പത്തനംതിട്ട എല്ലാ മേഖലകളിലും, കണ്ണൂരിലെ ആറളം മേഖല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം കോൺഗ്രസിന് വലിയ ആവേശം പകരുന്ന കാര്യമാണ് CK ജാനുവിന്റെ മുന്നണി പ്രവേശനം എന്നുകൂടി എടുത്തു വായിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ എല്ലാം തെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ തന്നെ മുന്നണികളിലെ വിവിധ പാർട്ടികൾ തമ്മിലുള്ള സീറ്റ് വിഭജനവും ഇതെല്ലാം ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് കോൺഗ്രസ് എത്തിക്കാറുള്ളത്. കാരണം കോൺഗ്രസിലെ തർക്കങ്ങൾ തന്നെ തീർക്കാൻ സമയമെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ജനുവരി അവസാനത്തോടു കൂടി ഇത്തവണ സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഏതെല്ലാം കക്ഷികൾ ഏതെല്ലാം സീറ്റുകളിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയാകും. അതോടൊപ്പം തന്നെ ചില സീറ്റുകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറാൻ, കോൺഗ്രസ് മത്സരിക്കുന്ന ചില സീറ്റുകൾ ലീഗ് മത്സരിക്കുന്ന ചില സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കാനും തിരിച്ച് ലീഗിന് ചില സീറ്റുകൾ കൊടുക്കാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എങ്ങനെയാണോ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതുപോലെ തന്നെ അതിന്റെ തുടർച്ച എന്ന രൂപത്തിൽ വലിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലും അതിന്റെ ആത്മവിശ്വാസത്തിൽ ഇരിക്കാതെ അതേ രൂപത്തിൽ ചലിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഫെബ്രുവരി 15 കൂടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. VD സതീശൻ തിരുവനന്തപുരം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു യാത്ര നടത്തുകയാണ്. കേരള സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ അല്ലെങ്കിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി VD സതീശന്റെ യാത്ര ആരംഭിക്കും. ആ യാത്ര പൂർത്തിയാവുന്നതോടുകൂടി തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കും UDF എന്നാണ് UDF നേതാക്കന്മാരുടെ കണക്കുകൂട്ടൽ. അത് പുറമെ UDF ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. വോട്ടർ പട്ടിക, അതായത് SIR ആയി ബന്ധപ്പെട്ട പുതിയ വോട്ടർ പട്ടിക ഇന്ന് പുറത്തു വരും. വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷം പുതിയ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾക്കും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾക്കും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ബൂത്ത് കമ്മിറ്റികളുടെയും വാർഡ് കമ്മിറ്റികളുടെ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃത്യമായി വോട്ടർ പട്ടിക പഠിച്ച് കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെ ഉൾപ്പെടുത്തിയും ഒഴിവാക്കേണ്ട ആളുകളെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനൊപ്പം തന്നെ താഴെ തട്ടിലുള്ള സംഘടന കൃത്യമായി ചലിപ്പിക്കണം. കാരണം മുകൾ തട്ടിൽ എന്ത് കേരള യാത്ര നടത്തിയിട്ടും കാര്യമില്ല. താഴത്തെ ആളുകൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്താൽ മാത്രമേ മുന്നണികൾക്ക് ജയിക്കാൻ കഴിയുന്നത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്നത് കേട്ടു, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കോൺഗ്രസിനെ തന്നെ, UDF-നെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ചില കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ടായിരുന്നു, സ്ലിപ്പ് കൊടുക്കാൻ പോലും ചിലയിടങ്ങളിൽ ആളില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആ ഒരു ഈ ആരോപണങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ഈ UDF ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതല്ലേ? തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചതിനേക്കാൾ അപ്പുറമുള്ള വിജയമാണ് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഉണ്ടായത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത്രത്തോളം ഒരു വിജയം ഒരുപക്ഷെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇത്രത്തോളം വലിയൊരു പരാജയം CPM-ഉം കരുതിയിട്ടില്ല. രണ്ടു പേരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള വിജയവും പരാജയവുമാണ് ഉണ്ടായിരിക്കുന്നത്. വിജയത്തിൽ നിന്ന് കൂടുതൽ ഉണർവ് ലഭിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിൽ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് CPM ശ്രമിക്കുന്നത്. CPM-ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തിയേ മതിയാകും. കാരണം ഇന്ത്യയിൽ CPM-ന്റെ ഭരണം അവശേഷിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ആ ഭരണം നഷ്ടപ്പെടുക എന്നത് CPM-നെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഭരണം നിലനിർത്താൻ ഏതു മാർഗവും ഏതു വിധേനയും CPM സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ സിറ്റിംഗ് MLA-മാർക്കെല്ലാം ഇത്തവണ സീറ്റ് ഉണ്ടാകുമെന്നാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും പാർട്ടിയെ നയിക്കുക എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. മറുഭാഗത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു സംശയവും വേണ്ട, CPM-നെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ തെളിയിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിനെതിരെയുള്ള നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ശരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കാൻ UDF-ന് കഴിഞ്ഞിരുന്നില്ല എന്നതൊരു സത്യമാണ്. അപ്പോൾ ഈ VD സതീശൻ നടത്തുന്ന ഈ യാത്രയിൽ നിതിൻ പറഞ്ഞതുപോലെ ഈ ഭരണവിരുദ്ധ വികാരത്തെ ഒന്നുകൂടൊന്ന് മൂപ്പിക്കാൻ കഴിയുകയും എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ള അഴിമതികളെന്നും ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങളെ അവബോധം സൃഷ്ടിക്കാൻ ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് കഴിഞ്ഞാൽ
യഥാർത്ഥത്തിൽ വിജയം കുറച്ചുകൂടെ എളുപ്പമാവില്ലേ? തീർച്ചയായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോകം ഒന്നടങ്കം കോവിഡ് മഹാമാരിയിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്, ഒരുപാട് തെളിവുകൾ സഹിതം അദ്ദേഹം പുറത്തു വന്ന അഴിമതി കഥകളുണ്ട്. അദ്ദേഹം സ്പ്രിംഗ്ലറിനെ പോലെ ആഴക്കട മത്സ്യബന്ധന പദ്ധതിയുമായി ബന്ധപ്പെട്ടല്ലോ, ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതിയുമായി ബന്ധപ്പെട്ടല്ലോ, ഇതിൽ നിന്നെല്ലാം സർക്കാരിന് പിന്നോക്കം പോകേണ്ടി വന്നെങ്കിലും ഇത് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ വലിയ ചർച്ചയാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതും അധികാരത്തിലെത്താൻ CPM-ന് കഴിഞ്ഞത്. അതുമാത്രമല്ല, കോവിഡും ഒരു ഘടകമായിരുന്നു. കോവിഡ് കാലത്ത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത കിറ്റ് ഒരു വലിയ തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. കൃത്യമായി അഴിമതിയുമായി ബന്ധപ്പെട്ട CPM നേതാക്കന്മാർ തന്നെ ജയിലിൽ പോകേണ്ട സാഹചര്യം, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് മുഖത്ത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയും ഉന്നതരായ ചില നേതാക്കന്മാർക്ക് ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. കാരണം ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും ഈ കേസിനെ വരിഞ്ഞു മുറുക്കുകയാണ്. ഒരു ഭാഗത്ത് CBI അന്വേഷണം നടത്തുമ്പോൾ മറുഭാഗത്ത് ED അന്വേഷണം നടത്താൻ പോവുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ CBI-യും ED-യും രണ്ട് ഭാഗത്തുനിന്നും വരിഞ്ഞു മുറുക്കുമ്പോൾ സ്വാഭാവികമായും പല നേതാക്കന്മാർക്കും ജയിലിൽ പോകേണ്ടി വരും. അവിടെയും അടിവരയിട്ട് പറയുന്നു, CBI-യും ED-യും കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. CPM BJP അന്തർധാരയും ഡീലിംഗും ഇല്ലെങ്കിൽ സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടന്നാൽ പലർക്കും ജയിലിൽ പോകേണ്ടി വരും. അതുമാത്രമല്ല, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ കേരളത്തിൽ സമരരംഗത്താണ്. ആശാവർക്കർമാർ സമരരംഗത്താണ്. സർക്കാർ ജീവനക്കാർ സമരരംഗത്താണ്. കേരളത്തിന്റെ സർവ്വ മേഖലയും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഭരിച്ചു മുടിച്ചൊരു സർക്കാർ. വിലക്കയറ്റം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രൂപത്തിൽ വിലക്കയറ്റം മുന്നോട്ട് പോകുന്നു. അത് പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും കച്ചവടവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത്തരത്തിൽ സകല മേഖലയും റേഷൻ കടകൾ വഴി അവശ്യ വസ്തുക്കൾ കൃത്യമായി എത്തിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം നിലനിൽക്കവേ തന്നെ ശരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള കേസില് പത്മകുമാറിനെതിരെ പാർട്ടി എന്തെങ്കിലും ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇതിനെല്ലാം അതിജീവിക്കാൻ ചിലപ്പോൾ ഈ പാർട്ടിക്ക് കഴിയും. തീർച്ചയായും പത്മകുമാറിനെ തള്ളിപ്പറയുകയും പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയും സ്വീകരിച്ചാൽ ഒരു പരിധിവരെ മുഖം രക്ഷിക്കാൻ CPM-ന് കഴിയുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ബുദ്ധി CPM-ന് ഉദിച്ചില്ല എന്ന് മാത്രമല്ല, സ്വന്തം ശവക്കുഴി തോണ്ടുന്നതിന് സമാനമായി CPM-ന്റെ അവസ്ഥ. എന്തായാലും ഇതെല്ലാം കേരളത്തിൽ UDF ചൂണ്ടിക്കാട്ടും. അതുമാത്രമല്ല, മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴാണ് ശരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയായത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഗൗരവമായി പഠിച്ച് കൃത്യമായി അവതരിപ്പിച്ച് CPM-നെ മുൾമുനയിൽ സഭയിൽ നിർത്തുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിലൊരു ആശങ്കയുണ്ട്. ഇപ്പോൾ PV അൻവറിനെ പോലൊരു നേതാവിനെ ഈ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിനോട് ചില കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പോലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും തീർച്ചയായും വ്യക്തിപരമായി പറയാൽ PV അൻവറിനെ പോലെയുള്ള രാഷ്ട്രീയ മാലിന്യത്തെ മുന്നണിയിൽ എടുക്കേണ്ട ആവശ്യം ആലോചിക്കേണ്ട കാര്യം പോലും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അടുത്ത നിലപാടായിരുന്നു ശരി എന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം കാലം തെളിയിച്ചതാണ്. ഇനിയും തെളിയിക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് കൃത്യമായി മുൻ KPCC അധ്യക്ഷനാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ക്വാളിറ്റി, അദ്ദേഹം ഇന്ന് വരെ പാർട്ടിക്കെതിരെ പൊതുവേദിയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു അക്ഷരം പറയാത്ത വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞു, റോഡിൽ കൂടെ പോകുന്നവർക്ക് കയറിക്കിടക്കാനുള്ള വഴിയമ്പലമല്ല ഐക്യ ജനാധിപത്യ മുന്നണി. PV അൻവർ അദ്ദേഹത്തിന്റെ നാക്ക് നിയന്ത്രിക്കണമെന്ന് കൃത്യമായി മുല്ലപ്പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിലുള്ള ആളുകൾ പോലും ഇത് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ആ വിഷയമെല്ലാം മറികടക്കാൻ UDF-ന് കഴിയും. PV അൻവറിനെ പോലുള്ള ആളുകൾ വാപോയ കോടാലിയാണ് അദ്ദേഹമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. കോൺഗ്രസിന് ഒരു കാലത്ത് ഇത്രത്തോളം വിമർശിച്ച CPM നേതാക്കന്മാർ ഉണ്ടായിരുന്നില്ല. CPM നേതാക്കന്മാർ വിമർശിച്ചതിനേക്കാൾ കൂടുതൽ ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിനെയും വിമർശിച്ച കേരള രാഷ്ട്രീയത്തിലെ മാലിന്യമായ PV അൻവറിനെ എന്തിനെടുത്തു എന്നൊരു ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതെല്ലാം മാറ്റി നിർത്തിയാലും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്, UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം, ജനങ്ങൾക്ക് സുപരിചിതരായ ജനകീയരായ സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തവണ CPM-ന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകും. ദേശീയ നേതാക്കന്മാർ അടക്കമുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും DK ശിവകുമാറും രേവന്ത് റെഡ്ഡിയും സച്ചിൻ പൈലറ്റും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഇവിടെ പ്രചരണത്തിനായി എത്തും. അത്തരത്തിൽ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോയാൽ കേരളം UDF തൂക്കും. അത് 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരും. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി, ഒരുപക്ഷെ കോൺഗ്രസിന് തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കേരളത്തിലെ കാര്യങ്ങൾ നീങ്ങും. കാരണം കോൺഗ്രസിന് ബാലികേറാമലയായിരുന്ന ഒരുപക്ഷെ 2001 ശേഷം കോൺഗ്രസിന്റെ MLA-മാരെ സൃഷ്ടിക്കാൻ കഴിയാത്ത കോഴിക്കോട്ട് അടക്കമുള്ള ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ ഉജ്ജ്വലമായ വിജയമാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേടിയത്. അതുകൊണ്ട്
കേവല ഭൂരിപക്ഷം കടക്കുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കോൺഗ്രസ് തനിച്ചെത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഘടകകക്ഷികളുടെ ആരെയും പിന്തുണയില്ലാതെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇത്തവണ കേരളം കൊടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ ശുഭപ്രതീക്ഷ.